ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യത്തിന് പാനിലോട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉഴുന്ന് ചേർക്കുക. എരിവിനാവശ്യത്തിന് വറ്റൽമുളക് പൊടിച്ച് നല്ല മൂപ്പിക്കുക. കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു 10-15 ചെറുള്ളിയും ചേർത്ത് നല്ല വഴറ്റണം. മുഴുവനത്തോടെ ചെറുള്ളി ഇട്ടാൽ മതി, അരിയണമെന്ന് നിർബന്ധമില്ല. എല്ലാം കൂടെ ഒന്ന് നല്ല വഴറ്റിയതിന് ശേഷം ചെറുള്ളി സോഫ്റ്റ് ആകണം, ഇല്ലെങ്കിൽ പച്ച ചൊവ്വിക്കും. വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഒരു 2-3 ചില്ല് തേങ്ങാപ്പുളി ചേർക്കുക. ചിരവി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് 2-3 സ്പൂൺ ചേർത്താൽ മതി. അതിലൊരു ചെറിയൊരു സൈസ് പിഴുപുളിയും കൂടി ചേർത്ത് നല്ല വഴറ്റുക. 2-3 കൈ ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് പച്ചമണം പോകുന്നോടം വരെ നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. എല്ലാം നല്ല ഒന്ന് തണുക്കുന്നോടം വരെ മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സഡ് ജാറിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ സ്വാദിഷ്ടമായ വെള്ളച്ചോറിൽ കഴിക്കാൻ പറ്റിയ, ദോശയോടെ കഴിക്കാൻ പറ്റിയ ചട്നി റെഡി.